ലൈറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞ പുതിയൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു മിസ്റ്ററി സൂപ്പർ നാച്ചുറൽ മോഡിലുള്ള സാധനമാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. 8 എപ്പിസോഡുകളാണുള്ളത്. ഇതൊരു പിന്നെ എന്ത് പറഞ്ഞാലും സ്പോയിലറാവും. സ്പോയിലർ ഇല്ലാതെ ഇത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പോയിലർ വെച്ചാണ് ഞാൻ ഈ പറയുക. കാരണം ഒരു ലൈറ്റ് ഷോപ്പും അതുമായി ബന്ധപ്പെട്ട കുറേ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഒക്കെയാണ് സിനിമയിൽ കാണിച്ചു തരുന്നത്. ഈ സീരീസ് കാണിച്ചു തരുന്നത് ഒരു ICU ഉണ്ടാവും. അതിൽ കുറേ പേഷ്യൻസ് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അവർക്ക് എന്താണ് റിയൽ ലൈഫിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്ന കാര്യങ്ങളൊക്കെയാണ് സീരീസ് പ്രധാനമായിട്ട് എടുത്ത് കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഇത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് വെച്ചിട്ട് ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, സസ്പെൻസ്, കുറേ സാധനങ്ങളൊക്കെ സീരീസിൽ ഇങ്ങനെ നമ്മളെ തേടി വെച്ചിട്ടുണ്ട്. സോ അതിലെ എന്ത് പറഞ്ഞാലും സ്പോയിലർ ആയിപ്പോവും. സോ ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ എന്താണ് കണക്ഷൻ, ഇവരും ഈ ലൈറ്റ് ഷോപ്പുമായിട്ട് എന്താണ് കണക്ഷൻ എന്ന കാര്യങ്ങളൊക്കെയാണ്. കുറേ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ടാവും. അറൗണ്ട് ഒരു 5-6 സ്റ്റോറി ലൈൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ടാവും. സോ അത് തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ദെൻ അവർക്കൊക്കെ എന്തായി എന്നുള്ളതാണ് ഈ സീരീസ് കാണിച്ചു തരിക. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മോഡിലാണ് ഈ സീരീസ് പോവുക. ആൻഡ് ട്വിസ്റ്റും സസ്പെൻസും ഇതിൽ വരുന്ന ആ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തു. നമ്മൾ പ്രതീക്ഷിക്കാത്ത, പ്രഡിക്റ്റബിൾ അല്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ എൻഡിങ് ഒക്കെ നമുക്ക് ചിലതൊക്കെ ഓക്കെ ഇതുപോലെ തന്നെ എനിക്ക് എൻഡ് ചെയ്യുന്ന അറിയെങ്കിലും മറ്റു പല ക്യാരക്ടേഴ്സും അവർ തമ്മിലുള്ള കണക്ഷൻസും ദെൻ ഇവർ പാസ്റ്റ് ലൈഫും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട്. ദെൻ ഇതിൽ ഏറ്റവും വലിയ സ്പോയിലർ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ സീരീസിൻ്റെ അവസാനം നമ്മൾ ഓൾറെഡി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മൂവിങ് എന്ന് പറഞ്ഞ സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. അതിലുള്ള ക്യാരക്ടേഴ്സൊക്കെ തന്നെ ഇതിൽ ക്യാമിയോ അപ്പിയറൻസ് വരുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഒരേ യൂണിവേഴ്സിലാണ് നടക്കുന്നത്. ഈ മൂവിങ് യൂണിവേഴ്സിൻ്റെ ഒരു എക്സ്പാൻഷനാണ്. നമ്മൾ DCU, MCU എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മാർവലിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സൊക്കെ പോലെ തന്നെ ഒരു മൂവിങ് സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെ ഇവർ ഉണ്ടാക്കേണ്ടത് അത്രേ. സോ അതിൻ്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങിയ 2ാമത്തെ സീരീസാണത്. ആൻഡ് ഇതിൻ്റെ അവസാനം ഒരു എൻഡ് ക്രെഡിറ്റ് പോലെ വെച്ചിട്ടുണ്ട്. അതിൽ ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ പോലെ മൂവിങ് സീരീസിലെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒന്നും അപ്പിയർ ചെയ്യുന്ന പോലെ തന്നെ ഇനി ഇവർ അടുത്ത് ചെയ്യാൻ പോകുന്നൊരു സീരീസ് ഉണ്ട്, അതിലെ ക്യാരക്ടേഴ്സ് ഇതിലൊന്നും അപ്പിയർ ചെയ്യുന്നുണ്ട്. സോ ആക്ച്വലി ഒരു കോമിക് ബുക്ക് സാധനം കാണുന്ന പോലെ, പക്ഷെ സ്ഥിരം കാണാത്ത, ഇപ്പോൾ നമ്മളിപ്പോൾ മൂവിങ് ഒരു സൂപ്പർ ഹീറോ മോഡലുള്ള സാധനമാണെങ്കിൽ ഇതൊരു സൂപ്പർ നാച്ചുറൽ മോഡലുള്ള സാധനമാണ്. അടുത്തത് കുറച്ചും കൂടി ഒരു സൈഫൈ അല്ലെങ്കിൽ ഒരു ഹൊറർ അങ്ങനത്തെ ഒരു മിക്സറുള്ള സാധനമാണ് വരാൻ പോകുന്നത്. സോ ഒരു ജോണർ അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കൂടി സ്റ്റിച്ചിങ് അടിപൊളിയായിട്ടുണ്ട്. സോ ഇതൊരു വെറൈറ്റി അപ്രോച്ചാണ്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളൊരു ഡ്രാമയാണ്. അതിൻ്റേതായ കുറേ പോരായ്മകളൊക്കെ അവിടെ ഉണ്ട്. ചില സമയത്തൊക്കെ കുറച്ചൊന്ന് വലിപ്പിക്കും. പക്ഷേ സ്ഥിരം കാണുന്ന ഒരു 10-16 എപ്പിസോഡിലേക്ക് ഒന്ന് വലിപ്പിക്കാതെ ഒരു 7-8 എപ്പിസോഡിൽ തീർക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. സോ അനാവശ്യ വലിപ്പിക്കലൊന്നും ഇല്ലാതെ നമ്മൾ സ്ഥിരം കാണുന്ന ക്രിഞ്ച് സാധനങ്ങളൊന്നും ഇല്ലാതെ നീറ്റായിട്ട് കഥ പറഞ്ഞു പോകുന്ന നല്ലൊരു സീരീസ് ആയിട്ടാണ് ലൈറ്റ് ഷോപ്പ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്. കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരുടെ കെമിസ്ട്രി അവരായിട്ട് നമ്മളൊരു അറ്റാച്ച് ചെയ്ത് വരും. നമ്മൾ സ്ഥിരം ഇങ്ങനെ കണ്ട് ആ ക്യാരക്ടേഴ്സിന് എന്ത് പറ്റിയെന്നുള്ളത് നമ്മൾ അറിഞ്ഞൊന്ന് റിയലൈസ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടുന്ന ഒരു സാധനമാണ് ലൈറ്റ് ഷോപ്പ് എന്ന സീരീസ്. ഒരു മിസ്റ്ററി അപ്രോച്ചാണ് സീരീസിനുള്ളത്. അല്ലാണ്ട് സ്ഥിരം പോകുന്ന ഒരു ഭയങ്കര ക്രൈം ഫീൽഡായിട്ട് സാധനങ്ങളൊന്നുമല്ല. സോ മൂവിങ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈറ്റ് ഷോപ്പ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ക്യാമിയോ വരുമ്പോഴും ഇനി അടുത്ത അവരുടെ ആ ഒരു യൂണിവേഴ്സ് എക്സ്പാൻഷൻ അടിപൊളിയായിട്ടുണ്ട്. സോ ഒരു പുതിയ യൂണിവേഴ്സ് ഇവർ ക്രിയേറ്റ് ചെയ്യാണ്. ആ ഒരു ബിൽഡപ്പ് എനിക്ക് ഇഷ്ടമായി. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ 8 എപ്പിസോഡുകളും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. നന്ദി.